അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മക്കളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസ് 2-ാം ഭാഗത്തിലെ 16-ാമത്തെ പാഠം സൂറത്തുൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വലദ്ദാല്ലീൻ. വലദ്ദാല്ലീൻ എന്നല്ല, ളാദിന് ശബ്ദമുണ്ട്, ലാമിന് ശബ്ദമുണ്ട് കേട്ടോ. വലദ്ദാല്ലീൻ. ഇനി അതിൻ്റെ അർത്ഥമൊക്കെ പറയും, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. തദ്രീബാത്ത് പരിശീലിക്കണം, ആ ഫാത്തിന്ന് പരിശീലിക്കണം. നഖറഉ വ നഫ്ഹമു, വായിച്ച് മനസ്സിലാക്കാം. ബിസ്മി പറഞ്ഞ നാമത്തിൽ, അർ റഹ്മാനി, ഇഹലോകത്ത്, ഈ ലോകത്ത് നമുക്ക് 2 ലോകമുണ്ട്. ഒന്ന് ആത്മാക്കളുടെ ലോകം, പിന്നെ ശരീരത്തിൻ്റെ ലോകം. ഇവിടെ ശരീരത്തോട് കൂടുള്ള ലോകം. ഇനി നമുക്ക് ശരീരം വേറെ എന്തോ ആകട്ടെ, വേറെ മരിച്ചിട്ട് വേറൊരു ലോകമുണ്ട്, അതാണ് പരലോകം. അപ്പം ഇഹലോകത്ത് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവൻ, അനുസരിച്ചാലും ധിക്കരിച്ചാലും കള്ളു കുടിച്ചാലും പെണ്ണു കുടിച്ചാലും ഒക്കെ അനുഗ്രഹം ചെയ്യും. അങ്ങനത്തെ റഹ്മാൻ. അർ റഹീം, അല്ലാഹു തആലക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് അനുഗ്രഹം ചെയ്യുന്നവൻ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കിട്ടൂല. അവിടെ ദുന്യാവിൽ വെച്ചിട്ട് അള്ളാഹ് ആരൊക്കെ അനുസരിച്ചോ ഓർക്ക് മാത്രം ഗുണം ചെയ്യുന്നവൻ. അൽഹംദു, സർവസ്തുതിയും. റബ്ബുൻ എന്ന രക്ഷിതാവ്, റബ്ബ് പറഞ്ഞ രക്ഷിതാവ്. അൽ ആലമീൻ, ലോകർ. അള്ളാഹ് അല്ലാത്ത എല്ലാത്തിനെ പറ്റിയും പറയുന്ന പേരാണ് ആലമീൻ. അള്ളാഹ് അല്ലാത്തതൊക്കെ പെട്ടു. മാസി വൽബാരി, അള്ളാഹ് അല്ലാത്തതിൻ്റെ പേരാണെന്ത്? ആലം. ഭൂമി ആലമാണ്, ആകാശം ആലമാണ്, മരങ്ങൾ, ചെടികൾ, മനുഷ്യരൊക്കെ ആലമാണ്, മലായിക്കത്തൊക്കെ ആലമാണ്. മാലിക്, ഉടമസ്ഥൻ. യൗമുദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിനം. ഇയ്യാക നിന്നെ, ഇയ്യാക നിന്നെ. നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. നസ്തഈനു, ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിന, ഞങ്ങളെ ചേർക്കണേ. സിറാത്തുൻ, മാർഗം, വഴി, 2 അർത്ഥമുണ്ട്. മുസ്തഖീം, നേരായ. അൻഅംത, അൻഅംത, നീ അനുഗ്രഹിച്ചവർ. അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവർ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപത്തിന് വിധേയരല്ലാത്തവർ, അള്ളാഹുവിൻ്റെ വെറുപ്പിന് വിധേയരല്ലാത്തവർ. വലദ്ദാല്ലീൻ, വഴി പിയച്ചവരല്ലാത്തവർ, വഴി പിയച്ചവർ. ആമീൻ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായ ആളുകളുണ്ട്, അതുപോലെ തന്നെ വഴി പിയച്ചവരുണ്ട്. നഖറഉ, വായിക്കുകയാണ്. ബിസ്മി ചൊല്ലിയാണ് ഖുർആൻ പാരായണവും എല്ലാ നല്ല പ്രധാന കാര്യങ്ങളും തുടങ്ങേണ്ടത്. എങ്കിലേ ബറക്കത്ത് ലഭിക്കൂ, തടസ്സങ്ങൾ നീങ്ങൂ. എന്ത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും ബിസ്മി ചൊല്ലണം, അല്ലെങ്കിൽ ബർക്കത്ത് ഉണ്ടാവില്ല, തടസ്സങ്ങളൊക്കെ ഇക്കാരം വിജയിക്കൂല. ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ പോലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
എല്ലാ നല്ല കാര്യങ്ങൾക്കും. എല്ലാ അനുഗ്രഹങ്ങളും നൽകിയവൻ അള്ളാഹുവാണ്. അതിനാൽ എല്ലാ സ്തുതികളും അവന് മാത്രം അർഹതപ്പെട്ടതാണ്. എല്ലാ അനുഗ്രഹം ആരാ തന്നത്? അള്ളാഹു തആല. അപ്പോൾ ആരെ സ്തുതിക്കേണ്ടത്? അള്ളാഹു തആലാനെ. എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങേണ്ടത് ഹംദ് കൊണ്ടായിരിക്കണം. അനുഗ്രഹങ്ങൾക്ക് നാം ഹംദ് ചെയ്യണം, നന്ദി ചെയ്യണം. എന്നെങ്കിലല്ലേ തോനെ കിട്ടുള്ളൂ. ഒരാൾ നമുക്കൊരു 5 രൂപ തന്നാൽ താങ്ക് യു മാമ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് അയാൾ പിന്നെ വരുമ്പോൾ 10 റുപ്യ വരും. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഉപകാരം കിട്ടിയാൽ നന്ദി ചെയ്യണം. അപ്പോൾ നിസ്കരിക്കാൻ അവസരം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, എനിക്ക് റബ്ബ് നിസ്കരിക്കാൻ അവസരം തന്നല്ലോ. അഞ്ഞ സുബഹി നിസ്കരിച്ചാൽ അസർ നിസ്കരിക്കാൻ അവസരം കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ സമയമല്ല. പിന്നെ അല്ലാഹു തആല ഈ ലോകത്ത് വിവേചനമില്ലാതെ എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നു. ഒരാളോട് ഒരു നോട്ടല്ലാണ്ടേ കൊടുക്കുന്നത്. നിസ്കരിക്കണോന് പ്രയാസം ഉണ്ടാവും, കള്ള് കുടിക്കണോനും പ്രയാസം ഉണ്ടാവും. നിസ്കരിക്കണോനും നല്ല സുഖം ഉണ്ടാവും, കള്ള് കുടിക്കണോനും നല്ല സുഖം ഉണ്ടാവും. ഇവിടെ അങ്ങനെയാണ്, എല്ലാവരോടും കാരുണ്യം ചെയ്യുന്നു അല്ലാഹു തആല. വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് കാരുണ്യം ചെയ്യുന്നു. അടുത്തത്, അന്ത്യനാളിൽ അല്ലാഹു തആല മനുഷ്യരെ വിചാരണ ചെയ്യും. നമ്മളൊക്കെ മരിക്കും. മരിച്ചിട്ട് എല്ലാവരും അല്ലാഹു തആല ഒരു ഭൂമിയിൽ ഒരുമിച്ച് കൂട്ടും, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും. ഭൂമിയിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും. അതാണ് മഹ്ശർ എന്ന് പറയും, അന്ത്യനാൾ. എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാം ചോദിക്കും, നിസ്കരിച്ചീനിയോ, നോമ്പ് നോറ്റീനിയോ, അള്ളാഹനെ വിശ്വസിച്ചീനിയോ, ഉമ്മാനെ ബഹുമാനിച്ചീനിയോ, ഉമ്മാനെ ഇടങ്ങാറാക്കീനിയോ, കുട്ടികളെ നോക്കീനിയോ, ഇങ്ങനെ എന്തെല്ലോ കാര്യങ്ങൾ വിചാരണ ചെയ്യും. നന്മ ചെയ്താൽ സ്വർഗം, തിന്മ ചെയ്താൽ നരകവും നൽകും. നമ്മൾ രണ്ടും പഠിച്ചില്ല, സ്വർഗവും പഠിച്ചു, നരകവും പഠിച്ചു. അല്ലാഹു തആലാക്ക് മാത്രമേ ആരാധന ചെയ്യാൻ പാടുള്ളൂ. എനിക്കെന്താ പണി? ഞാൻ നിസ്കരിക്കുക. ആർക്ക്? അള്ളാഹ്ക്ക്. ആരാധനകൾ മുഴുവനും അള്ളാഹുവിന്. ഇന്ന് ഞാൻ നോമ്പ് വെക്കുക, നോമ്പ് ഒരു ആരാധനയാണ്, അതാർക്ക്? അള്ളാഹ്ക്ക് വേണ്ടി. സുജൂദ് ഒരു ആരാധനയാണ്, അത് അള്ളാഹുവിന് വേണ്ടിയാണ്. ആരാധനകൾ മുഴുവനും ആർക്ക് മാത്രമേ പറ്റുള്ളൂ? അല്ലാഹു തആലാക്ക് മാത്രമേ പാടുള്ളൂ. സൃഷ്ടികൾ ചെയ്യുന്ന സഹായങ്ങളെല്ലാം അല്ലാഹു തആല നൽകുന്നതാണ്. ആ നിലക്ക് സൃഷ്ടികളോടും സഹായം തേടാം. മനസ്സിലായില്ല? നമുക്കാരാ ഭക്ഷണം തരുന്നത്? അള്ളാഹു. എന്ന് ചായപ്പോൾ അള്ളാഹു വന്നതാ? ലമ്മച്ചി. നമുക്കാരാ ഡ്രസ്സ് വാങ്ങി തരുന്നത്? അള്ളാഹു. അള്ള ഡയറക്റ്റ് അല്ല, വാപ്പ തന്നതാ, ഉപ്പ തന്നതാ അല്ലേ? അപ്പം നമുക്ക് സൃഷ്ടികളാണ് നമ്മളെ സഹായിക്കുന്നത്. വാസ്തവത്തിൽ സഹായിക്കുന്ന ആരെന്നെയാണ്? അള്ളാഹു തന്നെയാണ്. എന്നാൽ സൃഷ്ടികൾ നമ്മളെ സഹായിക്കലുണ്ടല്ലോ. രോഗമാകുമ്പോൾ ആശുപത്രിയിൽ പോയ ഡോക്ടർമാർ മരുന്ന് തരുമല്ലോ, രോഗം മാറുമല്ലോ. അപ്പോൾ ഡോക്ടറെ സഹായിക്കണേന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? സഹായിക്കാൻ വേണ്ടി അള്ളാഹു നിമിത്തമാക്കിയ, കാരണമാക്കിയവരാണ് ഡോക്ടർമാർ, ഉമ്മമാർ, ഉസ്താദുമാർ, സമ്പന്നർ. ഒരു പാവപ്പെട്ട ആളെ സഹായിക്കാൻ അള്ളാഹ് നിമിത്തമാക്കിയതാണ് പണക്കാരെ. അപ്പോൾ സൃഷ്ടികൾ സഹായിക്കൂലേ? സഹായിക്കും. അപ്പോൾ സൃഷ്ടികളോടും സഹായം തേടാം. എന്തുകൊണ്ട്? എല്ലാ സഹായവും നൽകുന്നത് ആരെന്നെയാണ്? അല്ലാഹു തആലയാണ്. പക്ഷെ അല്ലാഹു തആല സൃഷ്ടികൾ മുഖേന നൽകുന്നു. അല്ലാഹു തആലയാണ് മാർഗത്തിലേക്ക് നയിക്കുന്നവൻ, നല്ല വഴിയിലേക്ക് നയിക്കുന്നവൻ അല്ലാഹു തആലയാണ്. അല്ലാഹു തആല അനുഗ്രഹിച്ച നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ വഴിയാണ് നേർവഴി. അല്ലാഹ് ഓരോരുത്തരും എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടി. ഇഹ്ദിന, ഞങ്ങളെ ചേർക്കണം എല്ലാവരും. ഞാൻ നിസ്കരിച്ചാൽ, ഞാൻ ഫാത്തിഹ ഓതിയ ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹു തആല കോപിച്ചവരുടെയും പിഴച്ചവരുടെയും മാർഗമാണ് പിഴച്ച വഴി. ഏതാ ഉസ്താദെ പിഴച്ച വഴി? അല്ലാഹ് ഇഷ്ടമല്ലാത്ത വഴി, അള്ളാഹു വെറുത്ത ആളുകളുടെ വഴി, അള്ളാഹു കോപിച്ച ആളുകളുടെ വഴി. അതാണ് പേച്ച വഴി, പേച്ച വഴി എന്ന് പറയുന്നത്.
ഇനി ഉത്തർജിമു ഇലാ ലുഗത്തിന നമ്മളെ ഭാഷയ്ക്ക് മാറ്റാന മലയാളം പറയാനാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. നേരത്തെ വേറെ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? അതും പഠിച്ചോളി, ഇതും പഠിച്ചോളി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അർ റഹ്മാനിർ റഹീം അവൻ പരമകാരുണ്യകനും കരുണാനിധിയുമാണ്. മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണമേ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയായവരുടെയും പിയച്ചവരുടെയും മാർഗത്തിലല്ല. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇതിൻ്റെ മിസ്രി സവാബ് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തോടുള്ള ഇഷ്ടം തരണേ അല്ലാഹ്. ഞങ്ങൾ മൺമറഞ്ഞു പോയ ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർ, മശായിഖുമാർ, കൂട്ടുകാർ, അയൽവാസികൾ, നാട്ടുകാർ, ഇഷ്ടജനങ്ങൾ അവരിലേക്കും ഇതിൻ്റെ മിസ്രി സവാബ് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും സർവ്വപാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനേ. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, ഓർമ്മശക്തി തരണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരായി ഞങ്ങളെയും അവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാരകമായ രോഗം തരല്ലേ അല്ലാഹ്, ശാരീരികമായി തളർത്തല്ലേ അല്ലാഹ്, സാമ്പത്തികമായി തളർത്തല്ല അല്ലാഹ്. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ, ഉപ്പ, ഉസ്താദുമാർക്ക് നല്ല ആരോഗ്യം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരുടെ സുഖമാണ് ഞങ്ങൾക്കുള്ള സുഖം, അവർക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. الله